എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. LGSന്റെ ഫൈനൽ ആൻസർ കീ വന്നിട്ടുണ്ട്. അതായത് LGS ഇടുക്കി, മലപ്പുറം, കണ്ണൂർ, പത്തനംതിട്ട ഈ 4 ജില്ലകളിൽ നടന്ന പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് 11 ഡിലീഷൻ ആണ്. 1, 2, 3 ഒന്നുമല്ല, 11 ഡിലീഷൻസ്, 2 ആൻസർ ചേഞ്ച്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു 11 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനായിട്ട് ഒരു കുട്ടി എന്തോരം സമയം എന്ത് ചെയ്താണ് കളഞ്ഞാണ്. അതായത് ബാക്കിയുള്ള പാടുള്ള ക്വസ്റ്റ്യൻ ചിലപ്പോൾ മാത്സ് ആകാം, ബാക്കിയുള്ള വിഷയങ്ങളാകാം. അപ്പൊ അതിലോട്ട് പോവാതെ ഇതിൽ നിന്ന് ഒരുപാട് സമയം കളഞ്ഞായിരിക്കും എന്ത് ചെയ്തേക്കുന്നത്, ഇത്രയും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തേക്കുന്നത്. അപ്പൊ അതിനകത്ത് ഒരു 2 ഡിലീഷൻ ആവാം, ഒരു കുഴപ്പമില്ല. 3 ഡിലീഷൻ ആവാം, ഒക്കെ അംഗീകരിക്കാം. പക്ഷെ അതിൽ കൂടുതലൊക്കെ വരുമ്പോൾ ഇത് എഴുതിയവരൊക്കെ ആരായിട്ട് മാറി? എന്തോ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിനൊക്കെ ഒരു 16 ആൻസർ ചേഞ്ച് ഒക്കെ, ക്വസ്റ്റ്യൻ ഡിലീഷനൊക്കെ വന്ന പോലെ LGSനൂടെ വന്നേക്കുന്നത് 11 ഡിലീഷനാണ്. ഓക്കെ, ഒരു LGS പരീക്ഷയാണ്. ഒന്ന് ശ്രമിച്ചാൽ PSCക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് ക്വസ്റ്റ്യൻ ഇടാൻ പറ്റും. എറർ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻ ഇടാൻ പറ്റും. ഒരുപാട് പിള്ളേർ രാത്രി പകലാക്കി കഷ്ടപ്പെട്ട് കാറ്ററിങ്ങിൻ്റെ പണിക്ക് പോയി, കൂലിപ്പണിക്ക് പോയിട്ട്, ഓട്ടോ ഓടിച്ച് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, കുത്തിയിരുന്ന് പഠിച്ച് എക്സാമിന് പ്രിപ്പയർ ചെയ്ത് വരുന്നത്. അവരുടെ അധ്വാനത്തിന് എല്ലാവരും എന്ത് ചെയ്യണം, ഒരു വില കൊടുക്കണം. ഇത്രയും ഡിലീഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും പറയാനില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമുക്ക് ഏതൊക്കെയാണ് ഡിലീറ്റ് ആയത്, ഏതൊക്കെയാണ് ആൻസർ ചേഞ്ച് ആയത്, അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പോവാം. സോ ഈ കാണുന്നതാണ് ഇപ്പോൾ വന്ന ഫൈനൽ ആൻസർ കീ. നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ PDF നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇവിടെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഡിലീറ്റ് ആയത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഫസ്റ്റ് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ ഫസ്റ്റ് ഒരു സൈഡിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് വരാം. കുറേ ഉണ്ട്, 11 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ്. അതായത് 1821 രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്യർ കലാപത്തിന്റെ കാരണം എന്താണ്, അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ രാജവംശമായ മൂഷക വംശം ഭരണം നടത്തിയിരുന്നത്, ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത് 11ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരി ആരാണ്, ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത 12 കഴിഞ്ഞ് അടുത്ത് വരുന്ന എത്രയാണ്, 20ാമത്തെ ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെപ്പറ്റി നിർദ്ദേശിച്ച ഡോക്ടർ DS കോത്താരി കമ്മീഷന്റെ ശുപാർശ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് അടുത്ത് വരുന്നത് എത്രാമതാണ്, നെക്സ്റ്റ് അടുത്ത്, അതായത് അടുത്ത ഡിലീഷൻ വരുന്നത് 43ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പെരിയാറിന്റെ നീളം എത്ര കിലോമീറ്റർ ആണ്, 225 കിലോമീറ്റർ. അങ്ങനെ പറയുന്ന ഓപ്ഷൻ അത് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരിക്കലും ഡിലീഷൻ നടത്തണ്ടേ, അതിനോട് ഞാൻ എതിരല്ല. ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ തെറ്റുകയാണെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, അതിനകത്ത് ഒരു തർക്കവും ഇല്ല. പക്ഷേ ഇത് ക്വസ്റ്റ്യൻ ഇടുന്നതിന് മുമ്പായിട്ട് ഇത്രയും ക്വസ്റ്റ്യൻ ശേഖരമുള്ള ഒരു ടീമാണ് PSC അല്ലേ. മാത്രമല്ല, ഒന്ന് ശരിയാണോ തെറ്റാണോ എന്ന് വെരിഫൈ ചെയ്യാനുള്ള ഒരു സന്നാഹം എന്ത് ചെയ്യണം, അവരുണ്ടാക്കിയെടുക്കണം. ഇതൊരിക്കലും കുറ്റം പറയുന്നതല്ല, മറിച്ച് നിർദ്ദേശിക്കുന്നതാണ്. ഒരുപാട് ഡിലീഷൻസ് ആയി. അപ്പൊ ഇനിയെങ്കിലും എന്ത് ചെയ്യുക, അതിനൊരു ഇന്റേണൽ കമ്മിറ്റിയോ എന്താന്ന് വെച്ചാൽ അതൊന്ന് സെറ്റ് ചെയ്യുക. എന്നിട്ട് ആൻസർ ഡിലീഷൻ എന്ത് ചെയ്യുക, പരമാവധി കുറയ്ക്കാം. ഒരു 2 3 അതിനെന്ത് ചെയ്യുക, അങ്ങ് നിർത്തുക. അതിലൊരിക്കലും കൂട്ടരുത്. കാര്യം ഒരുപാട് പേര് ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്, ഇരുന്ന് പഠിക്കുന്നത്. നെക്സ്റ്റ് വൺ അടുത്ത 43 കഴിഞ്ഞ് അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് 45ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്, അപ്പൊ ആ ക്വസ്റ്റ്യനും എന്തായിട്ടുണ്ട്, ഡിലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ അടുത്ത് 53ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചേഞ്ച് ആണ്. 53 ആൻസർ ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ നെക്സ്റ്റ് 55ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ പ്രധാന വരുമാന സ്രോതസ് ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതാണ്, ആ ക്വസ്റ്റ്യനും എന്ത് ചെയ്തിട്ടുണ്ട്, ഡിലീറ്റ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് ഓക്കെ, അടുത്ത 74ാമത്തെ ക്വസ്റ്റ്യൻ, ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേരെന്താണ്, ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിലീറ്റ് ആയിട്ടുണ്ട്. 78ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് രോഗത്തിന്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്, ആ ക്വസ്റ്റ്യനും എന്ത് ചെയ്തിട്ടുണ്ട്, ഡിലീറ്റ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് 83ാമത്തെ ക്വസ്റ്റ്യൻ, മാത്സിലെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിലീറ്റ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് 86ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് ആൻസർ ചേഞ്ച് ആണ് കേട്ടോ. 86 ആൻസർ ചേഞ്ച് ആണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്തൊരു ഡിലീഷൻ വരുന്നത് 91ാമത്തെ ക്വസ്റ്റ്യനും എന്ത് ചെയ്തിട്ടുണ്ട്, ഡിലീറ്റ് ആയിട്ടുണ്ട്. ഒറ്റയാൻ ആരാണ്, ഡിലീറ്റ് ആയിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞ 11 ക്വസ്റ്റ്യൻസും 2 ആൻസർ ചേഞ്ചും ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ സംഭവിച്ചതെന്ന് പറഞ്ഞാലും ഒരുപാട് മാർക്കൊക്കെ കൂട്ടി വെച്ച ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, ഒരു 10 മാർക്ക് 11 മാർക്കൊക്കെ കൂട്ടി വെച്ച ആൾക്കാരൊക്കെ അവരെന്ത് ചെയ്തു, അവര് നല്ലോണം താഴേക്ക് വന്നു. മാത്രമല്ല
ഇത് ഡിലീറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും, മാർക്ക് അങ്ങ് പോയി കിട്ടും. നേരത്തെ കഴിഞ്ഞ് നെക്സ്റ്റ് വൺ ആൻസർ ചേഞ്ച് ആകുമ്പോൾ എന്ത് ചെയ്യും, ശരിയായി കാൽക്കുലേറ്റ് ചെയ്ത ആൾക്കാരൊക്കെ വീണ്ടും അവരുടെ മാർക്കിൽ നിന്ന് എന്ത് ചെയ്യും 0.3 അങ്ങ് പോയി കിട്ടും. സോ നിങ്ങൾ ഫൈനൽ ആൻസർക്ക് വെച്ച് എന്ത് ചെയ്യുക, നിങ്ങളുടെ മാർക്ക് ഒന്ന് കൂട്ടിയെന്ന് വെച്ചേക്കാം. അപ്പോൾ ഉടൻ തന്നെ ഇതിന്റെ സാധ്യതാ പട്ടിക വരും. അതായത് ജനുവരി മാസം, അതായത് ഫെബ്രുവരി ആ മാസമൊക്കെ എന്ത് ചെയ്യും, നമുക്ക് ഇതിന്റെ ഷോർട്ട് ലിസ്റ്റ് എന്ത് ചെയ്യും വരും. അതായത് ഇനി അങ്ങോട്ട് ഉടൻ തന്നെ മെസ്സേജ് വരാൻ തുടങ്ങും, അവരുടെ പ്രൊഫൈൽ ആരൊക്കെയാണ് കയറിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റ് ആവും, പിന്നെ അത് കഴിഞ്ഞ് ലാസ്റ്റ് ഫൈനൽ ആൻസർക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് കണ്ട് ടെൻഷൻ ആവരുത്. അടുത്ത എക്സാമിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അടുത്ത ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാൻ പോവുകയാണ്. അതായത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ നോട്ടിഫിക്കേഷൻ വന്നു, വേക്കൻസി അതിന് കുറവാണ്. അപ്പോൾ അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ ഈ 23-ാം തീയതി മുതൽ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യും വരും. അപ്പോൾ ആ എക്സാംസിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, നന്നായിട്ട് വർക്ക് ചെയ്യുക. ഇത് ഇവിടെ സംഭവിച്ചു, ഓക്കെ, ഇതിൽ നിന്ന് വിഷമിച്ചിരിക്കുക, ബാക്കിയല്ലെങ്കിൽ നമുക്ക് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നഷ്ടം വരത്തുള്ളൂ. അടുത്ത എക്സാമിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഫോക്കസ് ചെയ്യാം. നിങ്ങൾ അന്ന് ഇത്രയും എഫേർട്ട് കൊടുത്തു, ഒരു കുറച്ചും കൂടെ ഒന്ന് പുഷ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത എക്സാംസിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഫോക്കസ് ചെയ്യാം. നമ്മളിങ്ങനെ തകർന്നിരുന്നാൽ നമ്മുടെ ലൈഫ് മാത്രമേ എന്തുള്ളൂ, നശിക്കാനുള്ളൂ. അപ്പോൾ ആര് എന്ത് ചെയ്താലും അതിന്റെ ഫലം അനുഭവിക്കേണ്ടത് ആരാണ്, നമ്മളാണ്. അപ്പോൾ നമ്മൾ അതിലൊന്നും വിഷമിച്ചിരിക്കാതെ അടുത്തയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എഫേർട്ട് കൊടുത്തുകൊണ്ടിരിക്കുക, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അടുത്ത നോട്ടിഫിക്കേഷൻസിന് വേണ്ടി എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ കാണാം. ചെറിയൊരു വിഷമമുണ്ട് കേട്ടോ, ഇത്രയും ഡിലീഷൻ വന്നെങ്കിൽ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സെഷനിൽ കാണാം. താങ്ക് യു ഓൾ.